ഈ ചരിത്രം നിങ്ങൾ കേട്ടതാണെങ്കിലും ഈ ചരിത്രത്തിൽ നമ്മൾ അറിയാത്ത ചിലതുണ്ട്. ആ പുസ്തകം വായിക്കാതെയാണ് നമ്മൾ മരിച്ചു പോകുന്നതെങ്കിൽ ലോകത്തുള്ള മുഴുവൻ അറിവുകളുടെയും സ്രോതസ്സാണ് ആ കിതാബ്. ഇത് പരിശുദ്ധ ഖുർആൻ വളരെ ക്ലാരിറ്റിയോടുകൂടി ഈ കാര്യം നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജംഇൻ്റെ ഉന്നതമായ ഘട്ടത്തിൽ എല്ലാ ആത്മജ്ഞാനികളുടെയും രഹസ്യം അടങ്ങിയിട്ടുള്ള ഒരു കിതാബ്. ഭയങ്കരമായ ഖേദത്തിലായിരിക്കും നമ്മുടെ ബർസഖിയായ ജീവിതം. ഞാനെന്ന അഹം എൻ്റെ സ്വന്തം വജൂദ് ഇല്ലാതായിപ്പോയി. അത് സമ്മതിച്ചു കൊടുക്കുകയാണ് നബിതങ്ങൾ. അതൊരു അദബിൻ്റെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെയാണ് നമ്മൾ ഈ സംഭവം മനസ്സിലാക്കിയിട്ടുള്ളത് പലരും. എന്നാൽ യാഥാർത്ഥ്യം എന്താണ്? അങ്ങനെ ഇരിക്കുമ്പോഴാണ് നബിതങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറയുന്നത്, നിൻ്റെ അസ്തിത്വം പരിപൂർണമായി ഇല്ലാതെയാകുമ്പോഴാണ് നിനക്ക് റബ്ബിനെ കാണാൻ കഴിയുക എന്ന് നബിതങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ആ ഫനായിൻ്റെ പരമോന്നതിയിൽ നിൽക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതൊരുത്തനും പറയുന്ന മറുപടിയാണത് എന്ന് കൽപ്പിക്കാൻ മറ്റു കാരണങ്ങളും കൂടിയുണ്ട്. കാണാതെ നിൽക്കുന്ന ഘട്ടത്തിൽ പ്രബോധനം സാധ്യമല്ല, തസ്കിയത്ത് ചെയ്യാൻ കഴിയില്ല. കാരണം നമുക്കറിയാലോ, ഒരു പാട്ട് തന്നെ ഈ അടുത്ത കാലത്ത് ഭയങ്കര ഹിറ്റായിട്ടുള്ള ഒരു പാട്ടുണ്ടായിരുന്നു. അങ്ങനെ സമ്മതിച്ചു കൊടുക്കുമ്പോഴാണ് നബിതങ്ങൾക്ക് അടുത്ത ഭാഗം തുറക്കുന്നത്. ഈ അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോഴാണ് സൃഷ്ടാവിനെയും സൃഷ്ടികളെയും കാണുക. അപ്പോൾ ഇസ്മുൽ അഅ്ലം എന്ന് പറയുന്ന, അപ്പോൾ ഈ പറയുന്ന ഗ്രന്ഥം വായിക്കണമെങ്കിൽ സഹായം ആവശ്യമാണ്. ഏറ്റവും പ്രാധാന്യമുള്ള ഈ പുസ്തകം കൂടി ഒന്ന് വായിക്കാൻ എന്താണോ തേടുന്നത് ആ തേടുന്ന കാര്യം പൂർത്തീകരിച്ച് അല്ലാഹു തരും. നബിതങ്ങളുടെ ഖദമിൽ നിൽക്കുന്ന മുറബ്ബിയായ ഒരു ഷെയ്ഖ് ഇസ്മുൽ അഅ്ലം താലെ പറന്നെത്തി. ഇസ്മുൽ അഅ്ലമിൻ്റെ പ്രത്യേകത എന്താ? എന്ത് തിരിയും? അള്ളാഹുവിൻ്റെ രഹസ്യങ്ങളറിയും. സർവ്വ രഹസ്യങ്ങളുടെയും സ്രോതസ്സായി കിടക്കുന്ന കിതാബിനെ വായിക്കാൻ